കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോകാം. അവിടെ ക്രിക്കറ്റ് ബാറ്റുമായി എത്തിയ താരങ്ങൾക്ക് എന്ത് പറയാം. നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ട് ഞങ്ങളുടെ ഗ്രൗണ്ട്. രാഫൽക്ക് ഒരുപാട് സിക്സ് അടിച്ച് ഞാൻ ഒരുപാട് വിക്കറ്റ് എടുത്ത ഗ്രൗണ്ടാണ്. ഓക്കെ, അവിടെയുള്ള ആളുകൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് നോക്കാം. നന്ദഗോപാൽ ചേരും. വളരെ പെട്ടെന്ന് നന്ദുവിലേക്ക് പോവാം. ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇന്ന് സൂപ്പർ സൺഡേയാണ്. ഇന്ത്യ ന്യൂസിലാൻഡ് T20 ഫൈനൽ മത്സരത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗ്രൗണ്ടിലാണ്. ഇവിടെയുള്ള ക്രിക്കറ്റ് പ്രേമികൾക്ക് ഈ മണിക്കൂറിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ജയിക്കുന്നതിനാണ് പ്രതീക്ഷയുള്ളത്. കാരണം ഇതിപ്പം രണ്ടാമത്തെ ഫൈനലാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കപ്പടിച്ചിട്ടുണ്ട്. സോ രണ്ടാമത് വീണ്ടും ആ കപ്പ് തിരികെ ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരുന്നതാണ് എല്ലാവർക്കും പ്രതീക്ഷ. നല്ല പ്രതീക്ഷയുണ്ട്. സഞ്ജുവിലാണെങ്കിലും കഴിഞ്ഞ രണ്ടിൽ നന്നായിട്ട് സഞ്ജു നല്ല ഫോമിലായിരുന്നു. സോ ആ ഒരു ഫോം നിലനിർത്തുന്നുള്ള പ്രതീക്ഷയുണ്ട്. ബാക്കി ഇഷാൻ കിഷൻ ആണെങ്കിലും സൂര്യകുമാർ ആണെങ്കിലും എല്ലാവരും നല്ലൊരു ഫോമിലാണ്. ഇപ്പോൾ ന്യൂസിലാൻഡ് ടീമും ശക്തി തന്നെയാണ്. കാരണം അവർ സെമി ഫൈനലിൽ കാഴ്ചവെച്ച പ്രകടനം, എസ്പെഷ്യലി എലൻ്റെ കളി, പിന്നെ അതുപോലെ അവരുടെ ബൗളേഴ്സ് ഹെൻറി, ഇപ്പോൾ സാന്നർ ആണെങ്കിലും ക്രൂഷ്യൽ മാച്ചിൽ കളിക്കുന്ന ആളാണ്. പിന്നെ നമ്മുടെ സ്ട്രോങ് ടീം ഇവിടെ ഉണ്ട്. ഒന്നാമത് നമ്മുടെ മുത്തായിട്ടുള്ള സഞ്ജു അല്ലേ, സഞ്ജുവിൻ്റെ ഫുൾ ഫോം നമ്മൾ ഈ ഫൈനലിലും പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ സ്ട്രോങ് ആയിട്ട് ഹർദിക് പാണ്ഡ്യ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഇഷാൻ കിഷൻ തിരിച്ച് ഫുൾ ഫോമിലേക്ക് വരും. അഭിഷേക് ശർമ്മ ഫൈനലിൽ കളിക്കണമെന്ന പ്രതീക്ഷയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാറ്റിംഗ് ലൈൻ ഇപ്പോൾ നല്ല സ്ട്രോങ് ആയി. പിന്നെ ബൗളിങ്ങിൽ ബുംറ ഫുള്ളി എക്സൈറ്റഡ്, ഫുള്ളി ചാർജ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ടീം അത്രയും സ്ട്രോങ് ആണ്. ഇപ്പോൾ അതുകൊണ്ട് ബാറ്റിങ്ങിൽ കുഴപ്പമില്ല. ബോളിംഗ് കുറച്ച് ഒരു വീക്ക് പോയിന്റ് ആണ്. പക്ഷേ നമ്മുടെ ബുംറ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും നമ്മൾ കപ്പടിക്കുന്നു. ഇംഗ്ലണ്ടിനെതിരെ മത്സരിച്ചപ്പോൾ ബോളിംഗ് ടീം ഒന്ന് ടെൻഷൻ ആക്കിയോ? ചെറുതായിട്ട് ലാസ്റ്റ് ആ സമയത്ത് ആ ബുംറേൻ്റെ ആ ഒരു ഓവറാണ് സത്യം പറഞ്ഞാൽ. സഞ്ജു പറഞ്ഞ മാതിരി ശരിക്കും ആ മാൻ ഓഫ് ദ മാച്ച് കിട്ടേണ്ട ബുംറക്കാണ്. പക്ഷേ സഞ്ജുവിൻ്റെ ആ ബാറ്റിംഗ് ആണ് നമ്മളെ തിരിച്ച് ആ ഒരു വലിയ സ്കോറിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. അവന് ഇത്രയും നാളും ചാൻസും കാര്യങ്ങളും കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ കിട്ടിയ 2-3 കളിയിലാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സെഞ്ചുറി മാത്രമാണ് മിസ്സായി പോയിട്ടുള്ളത്. എന്തായാലും ഈ കളി സെഞ്ചുറി അടിക്കുന്നതാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. തവണ അവിടെ നമ്മൾ പൊക്കാൻ സാധ്യതയുണ്ട്. ന്യൂസിലാൻഡ് ആയതുകൊണ്ടാണ് ഒരു ഡൗട്ട്. സാധ്യതയുണ്ട്. ന്യൂസിലാൻഡിനെതിരെ ജയിച്ചിട്ടില്ല അല്ലേ? ജയിച്ചിട്ടില്ല, അതുകൊണ്ടൊക്കെയാണ്. ടെൻഷൻ ഉണ്ടോ? പിന്നെ ആ ഗ്രൗണ്ട് കൂടിയാണല്ലോ. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. ന്യൂസിലാൻഡാണ് എതിരുള്ളത്. എന്നാലും എന്ത് ജയിക്കും? സഞ്ജുവിൽ തന്നെയാണെന്ന് പ്രതീക്ഷ ഉണ്ട്. സഞ്ജു കളിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ 200+ സ്കോർ ചെയ്താലേ ഉള്ളൂ കാര്യമുള്ളൂ. 200+ ചെയ്തിട്ടും കാര്യമില്ല. 230 കയറണം. നമ്മളൊരു പ്രതീക്ഷ പറഞ്ഞാൽ സഞ്ജു ആണ്. സഞ്ജു എന്തായാലും ഒരു 50 അടിക്കണം എന്നാണ് നമ്മളൊരു പ്രതീക്ഷ. ന്യൂസിലാൻഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരമ്പരയിൽ തകർത്തതാണ്. അപ്പം അതേമാതിരി സഞ്ജു 2 തവണ 50 അടിച്ചതാണ്. അപ്പം 3 ഹാട്രിക് എന്തായാലും ഉണ്ടാവും. 50 റൺസ് എന്തായാലും ഉണ്ടാവും. പിന്നെ പറഞ്ഞാൽ ന്യൂസിലാൻഡിന്റെ ഓപ്പണിംഗ് തകർക്കണം. എന്തായാലും ഓരോ ഓപ്പണിംഗ് തകർത്താലേ ഇന്ത്യക്ക് കഴിച്ചിടാൻ കഴിയുള്ളൂ. വലിയ പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആസ്വാദകരുള്ളത്. ഏതായാലും ചില ടെൻഷനുകളും ഇവർക്കുണ്ട്. യെസ്,